നമസ്കാരം. സദ്ഗുരുഭ്യോ നമഃ. ശിവരാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര ചൂടായിരിക്കും. അതെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ശിവരാത്രിയുടെ അന്ന് നമ്മൾ പെർഫോമൻസസിന് പോകുമ്പോൾ പോലും അന്ന് രാത്രിയും കൂടെ നമുക്ക് തണുക്കണമെന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും ഷോളും ജാക്കറ്റൊക്കെ പിടിച്ചിട്ടാണ് നിന്നുണ്ടായിരുന്നത്. അതും തമിഴ്നാട്ടിൽ അത്രയും ചൂടുള്ളൊരു റീജിയനിൽ പോലും ആ രാത്രി വരെ നല്ല തണുപ്പായിരിക്കും. ബട്ട് ഇമ്മീഡിയറ്റ്ലി ദ നെക്സ്റ്റ് ഡേ സ്വിച്ച് ഇട്ട പോലെ ചൂട് തുടങ്ങും. പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഉച്ചയ്ക്കൊന്നും ആലോചിക്കാൻ പോലും വയ്യ, അത്രയ്ക്കും ഹീറ്റായിരിക്കും. നമ്മളെല്ലാം ചുട്ട് തളർന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. മഹാശിവരാത്രി എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാത്രിയാണ്. ശിവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന രാത്രിയാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ദ 14th ഡേ ഓഫ് എവറി ലൂണാർ മന്ത്, അതായത് ഫുൾ മൂണിന് മുമ്പേ ഉള്ള ആ ഒരു പെർട്ടിക്കുലർ ദിവസമാണ് ശിവരാത്രിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു കൊല്ലത്തിൽ 12 ശിവരാത്രികൾ വരും. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് നമുക്ക് ഫെബ്രുവരി മാസം വരുന്ന മഹാശിവരാത്രി. മഹാശിവരാത്രിയുടെ പ്രത്യേകതയാണ് ആ ദിവസം നമ്മുടെ പ്ലാനറ്റിന്റെ നോർത്തേൺ ഹെമിസ്ഫിയർ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ദർ ഇസ് എൻ അപ്സർജ് ഓഫ് ഹ്യൂമൻ എനർജി. ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി കിട്ടുന്നതും എന്തൊക്കെയോ ഒരു പവർ സംഭവിക്കുന്ന ഒരു ദിവസമാണ് ഈ രാത്രി. അതുകൊണ്ടാണ് ആ രാത്രി നമ്മൾ ഉറക്കമൊഴിച്ച് പ്രാർത്ഥിക്കണം എന്നും, മെഡിറ്റേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്പിരിച്വൽ എനർജി കിട്ടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ മെഡിറ്റേറ്റീവ് പോസിലിരിക്കുമ്പോൾ നമ്മുടെ സ്പൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം എന്ന് പറയും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ആ ഒരു സ്പിരിച്വൽ പവർ ഉൾക്കൊള്ളാൻ പറ്റും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഡാൻസേഴ്സിന് ആ രാത്രി നൃത്തം ചെയ്യാൻ പറ്റിയാൽ അതിൽ പരം ഒരു ഭാഗ്യം ഇല്ല എന്നും കൂടെ പറയാം. அருகிலுள்ள கேரள மாநிலம் கொச்சியை சேர்ந்த ருத்ரா குழுவினர் அவர்களுக்கு சிறப்பு செய்யுமாறு அன்போடு மீனாட்சி அண்ணன் கேட்டுள்ளோம். சிறப்பு செய்யப்படுகிறது. ശിവരാത്രിയുടെ അന്ന് നമ്മൾ വ്രതം എടുക്കുമ്പോൾ നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കും എന്നാണ് പറയുക. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇത് ശിവന്റെയും പാർവതിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനും നല്ലത് വരാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് വ്രതം എടുക്കാവുന്നതാണ്. ഇത്തവണ നമുക്ക് 4 ടെമ്പിൾസിലാണ് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ ആദ്യം എത്തിയത് തഞ്ചാവൂരായിരുന്നു. ബൃഹദേശ്വര ടെമ്പിളിൽ പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ എല്ലാവർക്കും ഒരാഗ്രഹമായിരുന്നു. 1000 വർഷം പഴക്കമുള്ള ഒരു അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകതരം എനർജിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. ഇത് എവിടെ 50 ഇത് 50 இது எவ்வளோ பெருக்கா இல்லை தலையில் வைக்கிறது ரைட்டு போகிறோம் எத்தனை
ഒരു 1000 കൊല്ലം പഴക്കമുള്ള ഒരു ഹെറിറ്റേജ് സൈറ്റിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഇമോഷൻസോ എന്തൊക്കെയോ നമുക്ക് തോന്നും. കാരണം ഇറ്റ്സ് സോ മെനി ഇയേഴ്സ് ഓൾഡ്. അത് 100 എന്നോ 500 എന്ന് പറയുന്ന പോലെ അല്ല, 1000 ഇയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ലൈക്ക് സോ മെനി സെഞ്ച്വറീസ് ബിഫോർ. അപ്പോൾ 1020 CE രാജരാജ ചോഴ ഡൈനാസ്റ്റിയുടെ റൂളിൻ്റെ സമയത്താണ് തഞ്ചാവൂർ ബൃഹദേശ്വര ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ടെമ്പിൾസ് ഇന്ത്യ ഹാസ് എവർ സീൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടെമ്പിൾ ടവർ എന്ന് പറയുന്ന വിമാനം ദാറ്റ് ഇസ് 216 feet tall, വിച്ച് ഇസ് വൺ ഓഫ് ദ ടോളസ്റ്റ് ടവേഴ്സ് ഇൻ ഇന്ത്യ എവർ. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നന്ദിയുടെ സ്റ്റാച്യു തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നന്ദിയാണ്. ആൻഡ് ഇറ്റ്സ് കാർവ്ഡ് ഔട്ട് ഓഫ് എ മോണോലിത്തിക് ഗ്രാനൈറ്റ്. ഒറ്റ സിംഗിൾ സ്റ്റോണിൽ നിന്ന് കാവ് ചെയ്തിട്ടാണ് ഇത്രയും വലിയൊരു നന്ദി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക തരം ഫീലാണ് വരിക. നന്ദിയുടെ ചെവിയിൽ എന്ത് പറഞ്ഞാലും അത് നടക്കും എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു നന്ദി കാണുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ ഭയങ്കര സന്തോഷം ഉള്ളൊരു ഇതാണ്. അപ്പോൾ ചോഴ ഡൈനാസ്റ്റി റൂൾ ചെയ്തിരുന്ന സമയത്താണ് ഇത്രയും മനോഹരമായൊരു ടെമ്പിൾ നമുക്ക് സമ്മാനിച്ചത്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്സിൽ പോലും മെൻഷൻ ചെയ്യാത്ത കാര്യങ്ങളാണ്. പലർക്കും ഇതിനെപ്പറ്റി ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജും വളരെ കുറവാണ്. അപ്പോൾ നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മളുടെ നാട്ടിലത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റ്സിനെ പറ്റി. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യണം. അങ്ങനെ 1970s 80s മറ്റെയാണ് ഇത് യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ അമ്പലത്തിനെ കുറിച്ച് അറിയാം. ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ദ ടെമ്പിൾ ഇസ് എ ബ്രില്യൻറ്റ് എക്സാമ്പിൾ ഓഫ് ദ ദ്രവിഡിയൻ ആർക്കിടെക്ചർ. പിന്നെ ദിസ് ടെമ്പിൾ ഇസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ, വർഷിപ്ഡ് ഹിയർ ആസ് ബൃഹദേശ്വര. Another striking factor is that the temple is built mostly out of granite, even though granite is not naturally available in the Tanjavur region. The temple walls contain beautiful frescoes and inscriptions from the Chola period, showcasing art, culture, and history. ഞങ്ങൾക്ക് പെട്ടെന്നായിരുന്നു 2 പ്രോഗ്രാം കയ്യിലേക്ക് വന്നത്. ആകെ 2 പ്രോഗ്രാം ചെയ്യാനായിട്ടായിരുന്നു ഞങ്ങൾ പോയതെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ ഞങ്ങൾക്ക് 2 പ്രോഗ്രാമും കൂടെ കിട്ടുകയുണ്ടായി. Going to Tamil Nadu with Uttara ma'am and all divine ആയിട്ട് ഫീൽ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഹൗ പ്രസ്റ്റീജിയസ്